നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹൈ ഫൈബർ റിച്ച് അടങ്ങിയ ഭക്ഷണം കഴിക്കാനാണ് പറയുക. ഫൈബർ റിച്ച് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ബോഡിക്ക് ഇൻസുലിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ ഗ്ലൂക്കോസ് ലെവൽ അബ്സോർപ്ഷൻ സ്ലോ ഡൗൺ ചെയ്യാനായിട്ടും പറ്റും. അപ്പം നമുക്ക് ഷുഗർ ലെവൽ കുറയുകയും ബ്ലഡിൽ ഷുഗർ ലെവൽ കുറയുകയും ചെയ്യും. ഈ ഹൈ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ വെയിറ്റ് മാനേജ് ചെയ്യാനും അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കുറയാനും ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഭക്ഷണം എന്ന് പറയുമ്പം കൂടുതലും തവിടടങ്ങിയ ധാന്യങ്ങൾ, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ആപ്പിളോ പിയറൊക്കെ ആണെങ്കിൽ തൊലിയോട് കൂടി കഴിക്കുക. അതുപോലെ വെജിറ്റബിൾസ്, ക്യാരറ്റൊക്കെ, പിന്നെ ഡ്രൈ നട്ട്സ്, അതുപോലെ ഡ്രൈ സീഡ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കാനാണ്. ഇതിൽ തവിടടങ്ങിയ ധാന്യങ്ങൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഇനി ഓട്സൊക്കെ ആണെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് കഴിക്കുക. അടുത്തത് നമ്മൾ ലീൻ പ്രോട്ടീൻ കഴിക്കാൻ പറയും. ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ്, ചിക്കൻ ബ്രസ്റ്റ്, അത് സ്കിൻലെസ് ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എഗ് വൈറ്റ് ഒക്കെ കഴിക്കാം. ഇനി നമ്മൾ മെയിനായിട്ട് പറയുക, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോർഷൻ വൈസ് കഴിക്കാനാണ്. ഇപ്പോൾ ഒരു മീൽ കഴിക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് 1/4, ഇനി വെജിറ്റബിൾസ് 1/4 ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഇനി പ്രോട്ടീനായിട്ട് കുറച്ച് പയറുവർഗ്ഗങ്ങൾ കൂട്ടാം, പിന്നെ നമുക്ക് എഗ്ഗോ അല്ലെങ്കിൽ ഇനി യോഗേർട്ടൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാമെന്നുള്ള. പിന്നെ ധാരാളമായിട്ട് ഭക്ഷണം ഒരു സമയം കഴിക്കാതെ ഷോർട്ട് ഇൻ്റർവെല്ലിൽ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേണം നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉറക്കം പ്രോപ്പറാക്കി വെക്കുക. അതേപോലെ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള കാർബ് ഒഴിവാക്കുകയും ആഡഡ് ഷുഗർ ഒഴിവാക്കുകയും ചെയ്യണം.